ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखामितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमामि विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം ഒരിക്കൽ കൂടി. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4 ശ്ലോകം 14 നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 13-ാമത്തെ ശ്ലോകം പഠിച്ചു. വർണ്ണാശ്രമത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തു ഒരു ക്ലാസ് മുഴുവനും. ഇനി എന്താണ് ഭഗവാൻ പറയുന്നത് നോക്കാം. 14-ാമത്തെ ശ്ലോകത്തിൽ 14 നാമാം കർമാണി ലിംപന്തി നമേ കർമ്മ ഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമാഭിർന സബധ്യത്തെ. നാമാം കർമാണി ലിംപന്തി നമേ കർമ്മ ഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമാഭിർന സബധ്യത്തെ. ന മാം കർമാണി ലിംപന്തി ന മേ കർമ്മ ഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമാഭിർന സബധ്യത്തെ. യെസ്, ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ. ന മാം കർമാണി ലിംബന്തി ന മേ കർമാഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമാഭിർന സബധ്യത്തെ. കൃഷ്ണ താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. നമാം കർമാണി ലിംബന്തി ന മേ കർമ്മഫലേ സ്പൃഹഃ ഇതി മാം അഭിജാനാതി കർമ്മഭിർന സബധ്യത്തെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമാഭിർന സബധ്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ന മാം കർമാണി ലിംബന്തി ന മേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോ വിജാനാതി കർമ്മഭിർന ബധ്യതേ.
മനസ്സബദ്ധ്യത്തെ. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം കൂടെ വായിക്കൂ ആരെങ്കിലും. കർമ്മഫലങ്ങളൊന്നും എന്നെ ബാധിക്കുകയില്ല, എനിക്ക് കർമ്മഫലേച്ഛയുമില്ല. എന്നെക്കുറിച്ചുള്ള ഈ സത്യം മനസ്സിലാക്കിയവർ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നുമില്ല. ഭാവാർത്ഥം: രാജാവിന് തെറ്റുപറ്റുകയില്ലെന്നും ഒരു രാജ്യത്തിലെ നിയമങ്ങൾ രാജാവിന് ബാധകമല്ലെന്നും സിദ്ധാന്തിക്കുന്ന നിയമങ്ങൾ ഈ ലോകത്തുണ്ട്. അങ്ങനെ തന്നെ ഭൗതിക ലോകത്തിന്റെ സൃഷ്ടാവാണെങ്കിൽ കൂടി ഭഗവാനെ ലൗകിക കർമ്മങ്ങൾ ബാധിക്കുന്നില്ല. അദ്ദേഹം സൃഷ്ടിക്കുന്നു, അതിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ ജീവാത്മാക്കളാകട്ടെ തങ്ങളുടെ ഭൗതിക കർമ്മങ്ങളുടെ ഫലങ്ങളിൽ കുടുങ്ങിപ്പോവുകയാണ്. അവർക്ക് പ്രകൃതി വിഭവങ്ങൾ കൈയടക്കാനായിട്ടുള്ള പ്രവണതകൾ കൊണ്ടാണത്. ഒരു സ്ഥാപനത്തിന്റെ ഉടമ തന്റെ തൊഴിലാളികളുടെ പ്രവൃത്തികൾക്ക് അവ തെറ്റായാലും ശരിയായാലും ഉത്തരവാദിയല്ല. ആ തൊഴിലാളികൾ തന്നെയാണ് അതിന്റെ ഉത്തരവാദികൾ. തങ്ങളുടെ ഇന്ദ്രിയ സുഖ പൂർത്തിക്ക് വേണ്ടുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടുകയാണ് ജീവാത്മാക്കൾ. അവയോ ഭഗവ നിർദ്ദിഷ്ടങ്ങളല്ലതാനും. ജീവാത്മാക്കൾ ഇത്തരം സുഖം വളർത്താനായിക്കൊണ്ട് തന്നെ ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നു. മരണശേഷം സ്വർഗസുഖത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. സ്വയം സമ്പൂർണനായ ഭഗവാന് പ്രകൃതികമായ ഈ സ്വർഗസുഖത്തിൽ താല്പര്യവുമില്ല. അദ്ദേഹത്തിന്റെ നിയോഗം അനുസരിക്കേണ്ടുന്ന ഭൃത്യന്മാരാണ് സ്വർഗവാസികളായ ദേവന്മാർ. തൊഴിലാളികൾ ആഗ്രഹിക്കാവുന്ന ചെറിയ സുഖങ്ങൾ ഉടമ ഒരിക്കലും കാക്ഷിക്കാറില്ലല്ലോ. ഭൗതിക കർമ്മങ്ങളിൽ നിന്നും ഫലങ്ങളിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കുന്നു. ഉദാഹരണമായി, ഭൂമിയിൽ വിവിധ സസ്യങ്ങൾക്ക് വളരാൻ മഴ കൂടിയേ തീരൂ. എങ്കിലും അവയുടെ വളർച്ചയ്ക്ക് ഉത്തരവാദിയല്ല മഴ. വൈദിക സ്മൃതി പറയുന്നു, നിമിത്ത മാത്രമേ വാസൗ സൂര്യാനാം സർഗകർമ്മണി പ്രധാന കാരണീഭൂത യതോ വൈ സൂര്യശക്തയ. ഭൗതിക സൃഷ്ടികളുടെ പരമകാരണം മാത്രമാണ് ഭഗവാൻ. ആവിർഭാവം ഉളവാക്കുന്ന പ്രകൃതിയാണ് സ്വത്തരമായ കാരണം. ദേവന്മാർ, മനുഷ്യർ, ജന്തുക്കൾ എന്നിങ്ങനെ സൃഷ്ടിജാലം അനേകമുണ്ട്. എല്ലാവരും താന്താങ്ങളുടെ നല്ലതയോ ചീത്തയായ കർമ്മങ്ങളുടെ പ്രതികരണങ്ങൾക്ക് അധീനരാണ്. ആ കർമ്മങ്ങൾക്ക് വേണ്ടുന്ന പരിതസ്ഥിതികളും ത്രിഗുണാനുസൃതങ്ങളായ നിബന്ധനകളും നൽകുക മാത്രമേ ഭഗവാൻ ചെയ്യുന്നുള്ളൂ. അവരുടെ പ്രവൃത്തികൾക്ക് അവ ഇന്നത്തേതായാലും ശരി ഇന്നലത്തേതായാലും ശരി അവിടുന്ന് ഉത്തരവാദിയല്ല. വൈഷമ്യ നൈർഘ്യണ്യേന സാപേക്ഷത്വാ ഭഗവാൻ ഒരു ജീവാത്മാവിനോടും പക്ഷപാതമില്ലെന്ന് വേദാന്ത സൂത്രം 2.1.34 ഊന്നി പറയുന്നുണ്ട്. സ്വകർമ്മങ്ങളുടെ ചുമതല ഏൽപ്പിക്കേണ്ടത് ജീവാത്മാവാണ്. കൃഷ്ണൻ തന്റെ ബഹിരംഗ ശക്തിയായ പ്രകൃതിയിലൂടെ അവയ്ക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ മാത്രം നൽകും. കർമ്മ നിയമത്തിന്റെ ഈ വശങ്ങളെല്ലാം ഗ്രഹിച്ചവൻ കർമ്മഫലങ്ങൾക്ക് അടിമപ്പെടില്ല. ഭഗവാന്റെ ഈ അതീന്ദ്രിയ ഭാവത്തെക്കുറിച്ച് അറിഞ്ഞ അയാൾ കൃഷ്ണാവബോധത്തിൽ പരിചയസമ്പന്നനും തന്നിമിത്തം കർമ്മ നിയമത്തിന് അതീതനുമായിരിക്കും. ഭഗവത് സ്വഭാവം മനസ്സിലാക്കാതെ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ സാധാരണ മനുഷ്യരുടെ ഫലം ഉദ്ദേശിച്ചുള്ള പ്രവൃത്തികളാണെന്ന് കരുതുന്നവർ കർമ്മഫല ശൃംഖലയിൽ കുടുങ്ങി പോകുകയുള്ളൂ. സർവോത്കൃഷ്ടമായ സത്യം എന്തെന്നറിയുന്നവനാകട്ടെ കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുന്നു. അയാൾ വിമുക്തനാകുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ ഇവിടെ എന്താ പറയുന്നത്, ഭഗവാൻ കൃഷ്ണനെ ഒരു കർമ്മവും എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വർണ്ണങ്ങളെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു. വർണ്ണങ്ങൾ അദ്ദേഹമാണ്. വർണ്ണാശ്രമധർമ്മത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ വർണ്ണാശ്രമധർമ്മത്തിൽ ആക്ച്വലി കർമ്മങ്ങൾ ഓരോ കാറ്റഗറിയിൽ വരുന്നവരും ഓരോ കർമ്മങ്ങൾ ഡ്യൂട്ടീസ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം അതിനുശേഷം അതുകൊണ്ട് ഭഗവാൻ പറയുവാണ്, എന്നാൽ ഭഗവാൻ ഇതിനും അതീതമാണ്. അദ്ദേഹമാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും, അദ്ദേഹമാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ എഫക്റ്റ് ചെയ്യുന്നില്ല ഒന്നും. അതാണ് പറയുന്നത്. നമാം കർമാണി ലിംപന്തി എന്ന് പറഞ്ഞാൽ ഒരു കർമ്മവും ഒരു വർക്കും ഒരു ആക്ടിവിറ്റിയും ഭഗവാനെ എഫക്റ്റ് ചെയ്യുന്നില്ല, ഭഗവാനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നുമില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ചോ,
നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും ഫലമുണ്ട് അല്ലേ? നല്ലത് ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച്, നല്ലത് പുണ്യകർമ്മം ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ക്രെഡിറ്റ് നമുക്ക് കിട്ടുന്നു. പാപകർമ്മം ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഭഗവാനെ സംബന്ധിച്ച് ഒരു കർമ്മവും അദ്ദേഹത്തിൻ്റെ ഓരോ ആക്ടിവിറ്റീസും, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, അദ്ദേഹം ചെയ്യുന്ന ലീലകളാവട്ടെ, അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും, അദ്ദേഹം ചെയ്യുന്ന കർമ്മം എന്നുദ്ദേശിക്കുന്നത് ഫലമല്ല, അദ്ദേഹം ചെയ്യുന്ന ആക്ടിവിറ്റിയെ കർമ്മം. കർമ്മം എന്ന് പറയുന്ന വാക്കിന് പല മീനിങ്സ് ഉണ്ട്. കർമ്മം എന്ന് പറഞ്ഞാൽ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ആക്ടിവിറ്റിയെ കർമ്മം എന്ന് പറയും. അതേപോലെ ഫലത്തെയും കർമ്മം എന്ന് പറയും. സോ ഇവിടെ നമ്മൾ പറയുന്നത് ഭഗവാന്റെ ഓരോ ആക്ടിവിറ്റി, ഭഗവാൻ ചെയ്യുന്ന ഓരോ കർമ്മം. കഴിഞ്ഞ 9ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചു, ജന്മ കർമ്മചമേ ദിവ്യം. ഭഗവാന്റെ ജന്മവും കർമ്മവും എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ലീലകളാവട്ടെ, അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. സോ അദ്ദേഹത്തിന് ഒരു കർമ്മവും അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കാൻ പോകുന്നില്ല. കാര്യം അദ്ദേഹം ചെയ്യുന്നതല്ല അതീന്ദ്രിയ തലത്തിലുള്ളതാണ്. എന്നാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും ഫലമുണ്ട്, നമ്മൾ ബന്ധനസ്ഥരാവുന്നുണ്ട് അതനുസരിച്ച്. അതാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ ഇതിൽ നിന്നൊക്കെ അലൂഫാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. നമാം ഇവിടെ പറയുന്നു, നമാം കർമാണി ലിംപന്തി നമേ കർമ്മ ഫലസ്പൃഹ. അപ്പോൾ കർമ്മം ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല പറയുന്നത്, അതേപോലെ അദ്ദേഹം കർമ്മത്തിൽ നിന്ന്, അതായത് ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ നിന്ന് ഒരു ഫലവും പ്രതീക്ഷിക്കുന്നുമില്ല. അദ്ദേഹത്തിന് ആവശ്യമില്ല അത്. നമ്മളെപ്പോലെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മൾ റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് പറയുന്നു, ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, അതായത് ഉപരിലോകങ്ങൾ, ഇപ്പോൾ സാധാരണ ആളുകൾ, ഭൗതികവാദികൾ ആഗ്രഹിക്കുന്ന പോലെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നു, ഓക്കെ, അവർ പറയുന്നു സ്ക്രിപ്റ്റേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയും. പക്ഷേ അവർ എന്താണ് ആഗ്രഹിക്കുന്നത്? ഫലം ആഗ്രഹിക്കുന്നു, സ്വർഗ്ഗലോകത്തിലേക്ക് പോകാൻ, അവിടെ പോയി സുഖിച്ച് ജീവിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ആഗ്രഹിച്ചിട്ടാണ്, ഫലങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പലവരും പല കാര്യങ്ങളും ചെയ്യുന്നത്. ഭഗവാനെ സംബന്ധിച്ച് അതൊന്നും ബാധകമല്ല. നമേ കർമ്മ ഫലേസ്പൃഹ, അദ്ദേഹത്തിന് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതി മാമിയോ ബിജാനാദി. എന്നാൽ ഇതെല്ലാം ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് കർമ്മം ഫലം പ്രതീക്ഷിക്കുന്നില്ല, അദ്ദേഹത്തിനൊന്നും ആവശ്യമില്ല. രണ്ട്, അദ്ദേഹത്തിന് ഒരു കർമ്മവും ബാധിക്കുന്നില്ല. ഇതി മാം യോ ബിജാനാദി, ആരാണോ ഇത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുന്നത്, കർമാബിർ നസ ഭദ്യതേ, അങ്ങനെയുള്ളവർ കർമ്മബന്ധനത്തിൽ പെടില്ല എന്ന് പറയുന്നത്. സോ ഇത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഭഗവാന്റെ പൊസിഷൻ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, പ്രോപ്പറായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് അവർ കർമ്മബന്ധനങ്ങൾ പെടില്ല എന്ന് പറയുന്നു. കാര്യം അവർ ഓൾറെഡി അതീന്ദ്രിയ തലത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്കേ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, ഭക്തർക്കേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുതന്നെയാണ് ജന്മകർമ്മ ചമേ ദിവ്യം എന്ന് പറഞ്ഞ ശ്ലോകത്തിലും അദ്ദേഹം പറയുന്നത്. ജന്മവും കർമ്മവും ദിവ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു ഭഗവാന്റെ തത്വത്തിൽ മനസ്സിലാക്കുന്നവർ പിന്നെ പുനർജന്മം എടുക്കേണ്ടി വരില്ല ഈ ലോകത്തിലെന്ന് പറയുന്നു. ഇവിടെയും പറയുന്നത് തന്നെയാണ്, കർമ്മത്തിന് ഫലം ഭഗവാൻ ഒന്നും ആസ്പയർ ചെയ്യുന്നില്ല, അതേപോലെ തന്നെ അദ്ദേഹത്തിനൊന്നും ബാധിക്കുന്നില്ല. ഇത് മനസ്സിലാക്കുന്ന ഒരാൾ അവർ കർമ്മബന്ധനത്തിൽ പെടില്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ള ആളുകൾ ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നു. ഭഗവാൻ സൃഷ്ടിക്കുന്നു, സൃഷ്ടി ചെയ്യുന്ന അദ്ദേഹമാണ്, എല്ലാം അദ്ദേഹത്തിൽ നിന്നാണ് വരുന്നത്. എന്നാൽ അദ്ദേഹത്തിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. ഭൗതിക ലോകം സൃഷ്ടിച്ചിട്ടുള്ളത് ഭഗവാനാണ്. എന്നാൽ ഭൗതിക ലോകത്തിലെ ത്രിഗുണങ്ങൾ ഭഗവാനെ ബാധിക്കുന്നുണ്ടോ? അല്ല. ത്രിഗുണങ്ങൾ ആരാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? ഭഗവാനാണ്. ഭഗവാന്റെ ക്രിയേഷനാണ്. കാര്യം ഈ ലോകത്തിനെ സസ്റ്റെയിൻ ചെയ്യാൻ ഈ ഗുണങ്ങൾ ആവശ്യമാണ്. ഈ മെറ്റീരിയൽ വേൾഡ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഡിസൈനിങ്, ഈ മെറ്റീരിയൽ വേൾഡിന് വേണ്ട എല്ലാ എലമെൻറ്റ്സും അദ്ദേഹമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ഇതെന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ? ഒന്നുമില്ല. കാര്യം അദ്ദേഹം അലൂഫാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു. അദ്ദേഹത്തിന് ഇതൊന്നും ടച്ച് ചെയ്യുന്ന പോലുമില്ല. അതിന് നല്ല നല്ല ഉദാഹരണങ്ങൾ ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു. നമുക്കിത് ഈ ഒരു തത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ആദ്യത്തെ ഉദാഹരണം പറയുന്നത്? അദ്ദേഹം ആദ്യം പറയുന്ന ഉദാഹരണം ഒരു കമ്പനിയിലെ ഒരു ഉടമസ്ഥൻ, ഓണറും അവിടുത്തെ വർക്കേഴ്സിനെയും കുറിച്ചുള്ളൊരു എക്സാമ്പിളാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? അപ്പോൾ അവിടുത്തെ വർക്കേഴ്സ് ചെയ്യുന്ന ഓരോ ശരിയും തെറ്റിനൊന്നും അതിൻ്റെ ഓണർ അതിന് വല്ല റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റുമോ? അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ കാര്യമാണ്. ആ ഇൻഡിവിജ്വൽ കാര്യത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ആരാണ് എടുക്കുന്നത്? ആ ഇൻഡിവിജ്വലാണ് എടുക്കേണ്ടത്, അല്ലേ? ഓണറല്ല. അതേപോലെയാണ് ഭഗവാൻ ഓക്കെ, അവരെ ഇപ്പോൾ കമ്പനിയിലെ കാര്യമാണെങ്കിൽ അവരെ സസ്റ്റെയിൻ ചെയ്യുന്ന, അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവർക്ക് ശമ്പളം കൊടുക്കുന്നതും ഒക്കെ
ഓണറായിരിക്കാം. പക്ഷേ എന്നാലും അവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഓണറിന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അത് അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇല്ല. എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടും, അവർ ചിലപ്പോൾ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും, അല്ലേ? എത്തിക്സ് ഫോളോ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ പുറത്താക്കുന്നു. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഇത് ഭൗതികമായിട്ടുള്ളൊരു ഉദാഹരണമാണ്. ആ കേസിൽ കമ്പനിയുടെ കേസിൽ ഓക്കെ, ആളുകൾക്ക് അല്ലെങ്കിൽ ഓണർക്ക് അറിയില്ല എന്തൊക്കെയാണ് മറ്റുള്ള വർക്കേഴ്സ് ചെയ്യുന്നതെന്നുള്ളത് പൂർണ്ണമായിട്ടും. അവർ ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണ്, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? എന്നാൽ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ ഇതൊക്കെ അറിയുന്നുണ്ട്. അദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കബളിപ്പിച്ചുകൊണ്ടൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹം എല്ലാം അറിയുന്നുണ്ട്, എന്നാലും ഒന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഒരു ഉദാഹരണം പ്രഭുപാദി ഇവിടെ പറയുന്നതാണ്. അതാണ് ആദ്യത്തെ ഉദാഹരണം പറയുന്നത്. രണ്ടാമത്തെ ഉദാഹരണം ശില പ്രഭുപാദി പറയുന്നത് എന്താണ്? മഴയെക്കുറിച്ച് പറയുന്നു. ഇതൊക്കെ എന്തിനാണ് ഈ എക്സാമ്പിൾസ് പറയുന്നത്? നോക്കൂ, ഒരു ആചാര്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു ആചാര്യൻ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യുകയാണ്. സോ ഇതിനെ പറയുന്നു അനോളജീസ് എന്ന് പറയും, അല്ലെങ്കിൽ മെറ്റഫർ നമുക്ക് പറയാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെപ്പോലുള്ളവർക്ക് തത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞു തരുവാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ ഒരിക്കലും എന്താ പറയുക, ഇന്ദ്രലോകത്തിൽ പോകാനോ അല്ലെങ്കിൽ സ്വർഗലോകത്തിൽ പോയി സുഖിച്ച് ജീവിക്കാൻ ചിന്തിക്കുന്നില്ല. അതൊക്കെ കാര്യം ഭഗവാൻ അറിയാം. അവിടെയുള്ള ഇന്ദ്രനും ചന്ദ്രനും സൂര്യനും എല്ലാ ദേവന്മാരും ഭഗവാന്റെ സെർവൻസാണ് അവർ. അപ്പോൾ ഭഗവാന്റെ സെർവൻസ് ആയിട്ടുള്ള അവരിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആഗ്രഹിക്കുകയോ? ഒരിക്കലും ഇല്ല. കാര്യം ഇത് ഏതാണ്ട് ഓണറ് ശിലപ്രഭാത് ഇവിടെ പറയുന്നതാണ്. താഴെക്കടയിലുള്ള സന്തോഷമായിട്ടുള്ള താഴെക്കടയിലുള്ള കാര്യങ്ങൾ, ഓണറിൻ്റെ ലെവൽ വിട്ടിട്ട് അദ്ദേഹം താഴെയുള്ള അതിനേക്കാൾ ലോ ഗ്രേഡിലുള്ള കാര്യങ്ങളുടെ പുറകിൽ ഓടുന്ന പോലെയാണെന്ന് പറയുന്നത്. അതേപോലെ ഭഗവാൻ, അദ്ദേഹത്തിന് ഇതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം ഗോലോക വൃന്ദാവനത്തിലിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ വേറൊരു ഉദാഹരണം ഇവിടെ പറയുന്നത്, മഴ ഇവിടെ ആവശ്യമാണ്. എന്തിനാണ്? പച്ചക്കറികൾക്ക് വളരാനും ചെടികൾ വളരാനും ധാന്യങ്ങൾക്കും എല്ലാത്തിനും മഴ ആവശ്യമുണ്ട്, അല്ലേ? സസ്റ്റൈനൻസിന് വേണ്ടി. എന്നാൽ മഴ ആവശ്യമുണ്ട്, എന്നാൽ മഴ മാത്രം പോരാ ഒരു ചെടിക്ക് വളരാൻ. അത് മഴ മാത്രമല്ല കാരണം, അതിന് വേറെ കാരണങ്ങളുമുണ്ട്, അല്ലേ? അപ്പോൾ മഴ റെസ്പോൺസിബിൾ അല്ല ചെടികളുടെ വളർച്ച ആക്ച്വലി, ഓഫ് കോഴ്സ്. പക്ഷേ മഴയില്ലാതെ നടക്കില്ല. അതാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ കാര്യം അതാണ്. ഭഗവാൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ഭൗതിക ലോകത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ. അറ്റ് ദ സെയിം ടൈം ഹീസ് അലോഫ്. സോ ഭഗവാന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ ഭൗതിക ലോകം പ്രവർത്തിക്കില്ല. നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കില്ല. അദ്ദേഹത്തിൻ്റെ പ്രസൻസും അദ്ദേഹത്തിൻ്റെ ശക്തിയും ഇവിടെ ഉണ്ട്. എന്നാൽ ഡയറക്റ്റ്ലി അദ്ദേഹം ഇൻവോൾവ് ചെയ്യുന്നുമില്ല. സെക്കൻഡ്ലി അദ്ദേഹത്തിന് ഇവിടെ നടക്കുന്നതിലൊന്നും ബാധകവുമില്ല. അദ്ദേഹം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റായിട്ട് മാറിയിട്ടാണ് നിൽക്കുന്നത്. ദോ സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ശക്തിയും അദ്ദേഹത്തിൻ്റെ പ്രസൻസും ഇവിടെയുണ്ട്. അതാണ് സ്പെഷ്യാലിറ്റി. അത് ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെ പിന്നെ വേറൊരു ശ്ലോകം വേദങ്ങളിൽ നിന്ന് കോട്ട് ചെയ്തിട്ടുണ്ട് ശീല പ്രഭുപാദി. അവിടെ പറയുന്നു, സർവ്വകാരണങ്ങളുടെ കാരണമാണ് ഭഗവാൻ പരമദിവ്യത്വം പുരുഷൻ കൃഷ്ണനെന്നും മറ്റുള്ള ദേവന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ സേവകരാണ് എന്നുള്ള കാര്യമൊക്കെ ഇവിടെ പറയുന്നു. പിന്നെ ശീല പ്രഭുപാദി ഒരേ തത്വം തന്നെ 3-4 പ്രാവശ്യം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എന്താണ് പറയുന്നത്? നമ്മൾ ഓരോരുത്തരും, ഓരോ ജീവജാലങ്ങളും റെസ്പോൺസിബിളാണ് അവരവരുടെ കർമ്മങ്ങൾക്ക്, അല്ലാതെ ഭഗവാനല്ല. നമുക്ക് ഫ്രീഡം കുറച്ച് ഭഗവാൻ തന്നിട്ടുള്ളത്, ഫ്രീ വിൽ എന്ന് പറയുന്നത്, ആ സ്വാതന്ത്ര്യം നമ്മൾ ഓരോരുത്തരും യൂസ് ചെയ്യുന്നത് എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് ഫലം വരുന്നത്. സോ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഭഗവാനല്ല, നമുക്ക് ഓരോരുത്തർക്കുമാണ്. അപ്പോൾ നമ്മളിവിടെ ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ പുറകിൽ ഓടാൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഭഗവാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും പറഞ്ഞു തരുന്നുണ്ട് ആക്ച്വലി. എന്നാൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഇപ്പോൾ പറയുന്നത്. ഭഗവത്ഗീത പറയുന്നത് ബേസിക്കലി അതാണ്, അല്ലേ? പക്ഷേ അതിൽ താല്പര്യമില്ലാതെ ഇവിടെയുള്ള കാര്യങ്ങളുടെ പുറകിൽ നടക്കുവാണെങ്കിൽ ഓക്കെ, അതിൻ്റെ കർമ്മം നിങ്ങൾ അനുഭവിച്ചോളൂ. പക്ഷെ ഭഗവാൻ നമ്മളെ വിടുന്നില്ല. ഭഗവാൻ എന്നാലും നമ്മളെ വിടുന്നില്ല. എത്ര വലിയ നിരീശ്വരവാദിയാവട്ടെ, എത്ര വലിയ ഭൗതികവാദിയാവട്ടെ, അവരെ പോലും ഭഗവാൻ വിടുന്നില്ല. അവർക്ക് പോലും ചാൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അറ്റ്ലീസ്റ്റ്
ഐ എം ഗിവിങ് യു എൻ ഓപ്പർച്യൂണിറ്റി, ചാൻസ് തരുന്നുണ്ട്. അവർക്ക് പല രീതിയിലും അവരെ മാറ്റാൻ നോക്കുന്നു, പല രീതിയിലും അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ നോക്കുന്നുണ്ട് ഭഗവാൻ. അദ്ദേഹം നേരിട്ടും അദ്ദേഹത്തിൻ്റെ ശിഷ്യർ, അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ വിട്ടിട്ടൊക്കെ. പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ അതാണ്. അപ്പോൾ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ ഓരോരുത്തരുടെയും കർമ്മം, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിൻ്റെയും ഫലം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളാണ് ആക്ച്വലി. സോ അതുകൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്യുക, ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ ഭഗവത് സേവന രൂപത്തിൽ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ കർമ്മബന്ധനമില്ല. അതിനെയാണ് അകർമ്മം എന്ന് പറയുന്നത്. 3ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളെ അത് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു ശീല പ്രഭുപാദി. അതേപോലെ തന്നെ ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള ആ ഒരു നേച്ചർ, ആ ഒരു അവസ്ഥയെക്കുറിച്ചും പറഞ്ഞു തരുവാണ്. ഭഗവാനെ സംബന്ധിച്ച് ഇതൊന്നും ബാധിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ക്രിയേഷൻ ആണെങ്കിൽ പോലും. അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഈ തത്വങ്ങൾ മനസ്സിലാക്കുന്നൊരു വ്യക്തി പിന്നെ പുനർജന്മം എടുക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ കർമ്മബന്ധനത്തിൽ പെടില്ല എന്നുള്ളതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ഓക്കെ, 15ാമത്തെ ശ്ലോകം, അടുത്ത ശ്ലോകം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ, അവസാനം ക്ലാരിഫൈ ചെയ്യാൻ നോക്കാം. ഓക്കെ. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈർ അപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം. വായിച്ചോളൂ. ശ്ലോകം വായിക്കൂ. വിവർത്തനം. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം. ഹരേ കൃഷ്ണ. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരീ മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവാതരം കൃതം. ഹരേ കൃഷ്ണ. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം. ഹരേ കൃഷ്ണ. एवं ज्ञात्वा कृतं कर्म पूर्वैरपि मुमुक्षुभिः कुरु कर्मैव तस्मात् त्वं पूर्वै पूर्वतरं कृतम्. हरे कृष्ण. हरे कृष्णा. मुमुक्षुभिः कुरु कर्मैव तस्मात् त्वं पूर्वै पूर्वतरं कृतम्. യെസ്. ഓക്കെ, ഇനി ആരെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ വായിക്കൂ, ഇല്ലെങ്കിൽ വിവർത്തനം ഭാവാർത്ഥം കൂടെ വായിക്കുക ആരെങ്കിലും. കൃഷ്ണ. എന്റെ ദിവ്യമായ പ്രകൃതിയെ അറിഞ്ഞിട്ടാണ് പൗരാണികമായ മുമുക്ഷുക്കൾ മോക്ഷം പ്രാപിച്ചവർ പ്രവർത്തിച്ചു പോന്നത്. അതുകൊണ്ട് നീ അവരുടെ കാലടികളെ പിന്തുടർന്ന് സ്വകർത്തവ്യം നിറവേറ്റുക. ഭാവാർത്ഥം. മനുഷ്യർ 2 വിധത്തിലുണ്ട്. അഴുക്കാർന്ന ഭൗതിക വാസനയോട് കൂടിയവരും അവ തീണ്ടാത്തവരും. 2 കൂട്ടർക്കും ഒരുപോലെ ഗുണകരമത്രേ കൃഷ്ണാവബോധം. മലിന ഹൃദയർക്ക് ഭക്തിയുത സേവനത്തിന്റെ നിയന്ത്രണ തത്വങ്ങൾ അനുസരിച്ചുകൊണ്ട് ക്രമികമായൊരു ശുചീകരണത്തിനു വേണ്ടി കൃഷ്ണാവബോധത്തെ ആശ്രയിക്കാം. ഹൃദയശുദ്ധി കൈവരിച്ചവർക്ക് തങ്ങളുടെ മാതൃകാപരമായ പ്രവൃത്തികളെ പിന്തുടർന്നും മറ്റുള്ളവർക്ക് കൂടി പ്രയോജനം ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചും കൃഷ്ണാബോധത്തിൽ തുടരാം. കൃഷ്ണാബോധത്തിൽ പരിചയം കുറഞ്ഞ പുതുവിദ്യാർത്ഥികളും മൂഢന്മാരും പലപ്പോഴും കൃഷ്ണാബോധം എന്തെന്നറിയാതെ കർമ്മങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കാറുണ്ട്. അർജുനൻ യുദ്ധരംഗത്തിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറാൻ ഉദ്യമിച്ചത് ഭഗവാന് സമ്മതമായിരുന്നില്ല. താൻ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയുകയാണ് ഒരാൾ ചെയ്യേണ്ടത്. കൃഷ്ണാവബോധപരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയുകയും അതേസമയം മാറിയിരുന്നു കൊണ്ട് താൻ കൃഷ്ണാവബോധവാനാണെന്ന് നടിക്കുകയും ചെയ്യുന്നത് കൃഷ്ണന് വേണ്ടി യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ വില കുറഞ്ഞതാണ്. മുമ്പ് പറയപ്പെട്ട സൂര്യദേവനായ വിവസ്വാൻ മുതലായ ഭഗവാന്റെ പൂർവ്വ ശിഷ്യന്മാരെ മാതൃകയാക്കി കൃഷ്ണാബോധത്തോടെ പ്രവൃത്തി ചെയ്യാനാണ് ഇവിടെ അർജുനനോട് ഉപദേശിക്കുന്നത്. പണ്ട് കൃഷ്ണാബോധത്തോടെ പ്രവർത്തിച്ചവരുടെ എല്ലാം എന്ന പോലെ
മുൻകാലങ്ങളിലെ സ്വകർമ്മങ്ങളെക്കുറിച്ചും ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് ഭഗവാനിൽ നിന്ന് കോടിക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ഈ കല സ്വായത്തമാക്കിയ സൂര്യദേവനെ പോലെയുള്ളവരുടെ പ്രവൃത്തികളെ ശുപാർശ ചെയ്യുന്നത്. കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം കർത്തവ്യങ്ങളിൽ മുഴുകിയ എല്ലാ വിദ്യാർത്ഥികളെയും കൃഷ്ണൻ ഇവിടെ മുക്താത്മാക്കളായി വിശേഷിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. സോ ഇവിടെ ഭഗവാൻ പറയുന്നു, ഇതെല്ലാം പറഞ്ഞിട്ട് ഭഗവാൻ പറയുവാണ്, മുക്തി നേടിപ്പോയിട്ടുള്ളവരൊക്കെ, മുക്താത്മാക്കളൊക്കെ, അങ്ങനെയുള്ളവർ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്, എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, അവരിത് ഫോളോ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് അർജുന, അപ്പോൾ ഫോളോ ചെയ്തവർക്ക് എന്ത് കിട്ടി? മുക്തി എന്നേ ഭഗവാൻ പറഞ്ഞു. അങ്ങനെയുള്ളവർക്ക് മുക്തി കിട്ടി, അവർ പോയി. അതുകൊണ്ട് അർജുന, നീ നിൻ്റെ ഡ്യൂട്ടി ചെയ്യണം, അവരുടെ പാത പിന്തുടർന്നുകൊണ്ട്. കാര്യം അവർക്ക് ഓൾറെഡി അവരെത്തേണ്ട അടുത്ത് എത്തി. അതുകൊണ്ട് നീയും ആ പാത പിന്തുടരുകയാണെങ്കിൽ നിനക്ക് നല്ലതാണ്. അപ്പോൾ ഭഗവാൻ കാര്യം പറഞ്ഞു കൊടുക്കുവാണ്, ഇതാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. ഇങ്ങനെ പല പല ഇൻസ്ട്രക്ഷൻസും ഭഗവാൻ കൊടുക്കുന്നുണ്ട്. ഫൈനലി എല്ലാം കഴിഞ്ഞ് ഭഗവത്ഗീതയുടെ അവസാനം ഭഗവാൻ പറയുന്നു, നിൻ്റെ ഇഷ്ടം എന്താണോ അതുപോലെ ചെയ്യൂ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ബാക്കി ഇനി നിൻ്റെ ഇഷ്ടമാണ്. ഗുരു സാധാരണ ഗുരുജനങ്ങൾ പറയുന്ന പോലെ, ഗുരുജനങ്ങൾ നമുക്ക് ശീലപ്രഭുപാജിയും പറഞ്ഞു തരുന്നുണ്ട്, ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് 1 by 1. അത് ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും കയ്യിലാണ് ഇരിക്കുന്നത്. അവർ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് എന്താ ചെയ്യുക? അത് ആരുടെ കുഴപ്പമാണ്? ഡിസൈപ്പിളിൻ്റെ കുഴപ്പം, ഗുരുവിൻ്റെ കുഴപ്പമല്ല. ഗുരു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചെയ്യാൻ തയ്യാറാവേണ്ടത് ഡിസൈപ്പിൾസാണ്. സോ അതേപോലെ ഇവിടെ പിന്നാലെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗുരു. ഭഗവാനും അതാണ് ചെയ്യുന്നത്, പിന്നാലെ നിന്ന് പറഞ്ഞു കൊടുക്കുവാണ് അർജുനന്. ഇതാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഉണ്ടാകുന്ന റിസൾട്ട്. സോ അത് നല്ലത് കാര്യം എന്താണ് അത് നീ ചെയ്യുക. സോ അതാണ് ഗുരുജനങ്ങളും അങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്നു, ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ. പിന്നെ അതൊക്കെ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും കയ്യിലാണ് ഇരിക്കുന്നത്, അതെങ്ങനെ ഫോളോ ചെയ്യുന്നു, എങ്ങനെ അത് ടേക്കപ്പ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിന് ഫലം വേണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്താൽ അതിനുള്ള റിസൾട്ട് കിട്ടും. അതാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് അവരുടെ പാത പിന്തുടരൂ എന്നാണ് പറയുന്നത്. പൂർവ്വതരം കൃതം, അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് നീയും അത് ചെയ്യൂ എന്നാണ് പറയുന്നത്. ശീലപ്രഭുപാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, 2 തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന് ഭൗതികവാദികൾ, അല്ലെങ്കിൽ ഭൗതികമായിട്ട് കംപ്ലീറ്റ് കണ്ടാമിനേറ്റ് ആയിട്ടുള്ള, അതായത് ഈ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളോട് കൂടിയിരിക്കുന്ന, അങ്ങനെ ഹൃദയം മനസ്സൊക്കെ ആകെ പ്രശ്നമായിട്ടിരിക്കുന്നവർ. അതായത് അവർക്ക് ഭഗവാനെ കുറിച്ചുള്ള ചിന്തകളില്ല, അവരെങ്ങനെ ഇന്ദ്രിയ സുഖഭോഗങ്ങൾ നേടുമെന്നുള്ള ചിന്തകൾ മാത്രമുള്ളവർ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മുക്തരായിട്ടുള്ള, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വന്നവർ, ആ അനർത്ഥങ്ങളും കൽമഷങ്ങളൊക്കെ പോയിട്ടുള്ളവർ ഹൃദയത്തിൽ നിന്ന്. അപ്പോൾ 2 ടൈപ്പുള്ള ആൾക്കാർ, ഒന്ന് പ്രശ്നത്തിലിരിക്കുന്നവർ, ഒന്ന് പ്രശ്നത്തിൽ നിന്ന് പുറത്ത് വന്നവർ. ഒന്ന് ഇമ്പ്യൂരിറ്റീസ് ഉള്ളവർ, ഒന്ന് ഇമ്പ്യൂരിറ്റീസ് ഇല്ലാത്തവർ. 2 ടൈപ്പ് ഓഫ് ആൾക്കാർ. കൃഷ്ണാവബോധത്തിലുള്ള ശിലപ്രഭുപാജി പറയുന്ന പോയിന്റ് അതിമനോഹരമായിട്ടുള്ള പോയിന്റ്. അദ്ദേഹം പറയുന്നു, കൃഷ്ണാവബോധം എന്ന് പറയുന്നത് 2 കൂട്ടർക്കും പ്രയോജനമാണെന്ന് പറയുന്നു. അതായത് കംപ്ലീറ്റ്ലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് വളരെയധികം ബെനിഫിഷ്യലാണ് കൃഷ്ണ കോൺഷ്യസ്, അല്ലേ? നാമജപം, ഭക്തി സേവനങ്ങൾ, ഭാഗവത പഠനം, ഭഗവത്ഗീത പഠനം, ശാസ്ത്ര പഠനം, കൃഷ്ണകഥ കേൾക്കുക, ഇതെല്ലാം അവരുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ആവശ്യമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് ബെനിഫിഷ്യലാണത്, അല്ലേ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അപ്പോൾ മുക്തി നേടിയവർക്കോ, അല്ലെങ്കിൽ ഈ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിക്ക്, ഒരു ശുദ്ധഭക്തനെ സംബന്ധിച്ചോ, അവർക്കും കൃഷ്ണാവബോധം ഉപകാരമാവും എന്നാണ് ശിലപ്രഭുപാജി പറയുന്നത്. അവർ ഓൾറെഡി ക്ലെൻസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ടാവും, ഇമ്പ്യൂരിറ്റീസൊക്കെ പോയിട്ടുണ്ടാവും. എന്നാലും അവരും ഫോളോ ചെയ്യുന്ന കൃഷ്ണാവബോധം തന്നെ, അവരത് നിർത്തുന്നില്ല. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. എന്താണ് അതിൻ്റെ അർത്ഥം? സാധന ആൻഡ് സാധ്യ 2 കാര്യങ്ങളാണ്. സാധന എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഈ പറയുന്ന നമ്മുടെ സ്പിരിച്വൽ പ്രാക്ടീസസിനെ സാധന എന്ന് വിളിക്കുന്നു, ആ പ്രാക്ടീസസ്. സാധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ ഓഫ് ലൈഫ്. സാധനയും സാധ്യവും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറയും പലപ്പോഴും കൃഷ്ണാവബോധത്തിലുള്ള കാര്യങ്ങൾ, നമ്മുടെ ഭക്തിയുത സേവനങ്ങൾ. കാര്യം നമ്മൾ ചെയ്യുന്ന സാധന എന്താണ്? ശ്രവണം, കീർത്തനം, സ്മരണം, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് സാധന രൂപത്തിൽ നമ്മൾ ചെയ്യണം, പ്രാക്ടീസസിൽ നമ്മളത് യൂസ് ചെയ്യുന്നു. ഇനി സാധ്യ ഗോള് കിട്ടി, ഗോളിൽ എത്തിക്കഴിഞ്ഞാലോ, നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാലോ,
എന്താണ് ചെയ്യുന്നത്? ഗോലോക വൃന്ദാവനത്തിൽ എത്തിക്കുക. അതാണ് നമ്മുടെ സാധ്യ. അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ പോയാലും നമ്മൾ ചെയ്യുന്ന ഇതേ കാര്യങ്ങളാണ്. ആക്ച്വലി ശ്രവണം കീർത്തനം സ്മരണം തന്നെയാണ് അവിടെ നടക്കുന്നത്. സോ അതാണ് കൃഷ്ണാവബോധം എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ് ആക്ച്വലി. സോ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസാണെന്ന് മാത്രം. ഇവിടെ ഒരു പ്രാക്ടീസ് സെഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ പോയിട്ട് അത് റിയലായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് നേരിട്ട് സർവീസിലേക്ക് നമ്മൾ ഉപയോഗിക്കും. അങ്ങനെയും കൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ശിലപ്രഭാജി പറയുന്ന എല്ലാവർക്കും ബെനിഫിഷ്യലാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. വെഡ്ഡികളായിട്ടുള്ളവരും ഭക്തിയിൽ പുതുതായിട്ടുള്ളവരും അവർക്ക് ഡെഫിനറ്റ്ലി ബെനിഫിഷ്യലാണ്. അതേപോലെ ഓൾറെഡി മെച്ചുവറായിട്ടുള്ള ഡിവോട്ടീസിനും ആവശ്യമാണ് അത് എന്ന് പറയുന്നു. എന്നിട്ട് ശിലപ്രഭാജി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഭഗവാൻ ഒരിക്കലും പറയുന്നില്ല നമ്മുടെ കർമ്മം ഉപേക്ഷിച്ചിട്ട് പോവാൻ. നമ്മൾ ചെയ്യേണ്ട സ്വധർമ്മം നമ്മൾ ചെയ്യണം എന്ന് തന്നെയാണ് ഭഗവാൻ എല്ലായിടത്തും പറയുന്നത്. ചെയ്യാതെ നമ്മൾ ഒളിച്ചോടി പോവല്ല ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് വി ഹാവ് ടു ഡു ഇറ്റ്, റൈറ്റ്? അപ്പോൾ ഇവിടെ അർജുനൻ ചെയ്യുന്നത്, അർജുനൻ്റെ ഡ്യൂട്ടിയാണ് യുദ്ധം ചെയ്ത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ഓൺ ബിഹാഫ് ഓഫ് കൃഷ്ണ. അത് അർജുനൻ്റെ ഡ്യൂട്ടിയാണ് ആസ് എ ക്ഷത്രിയ, ആസ് എ കിങ്. പക്ഷേ അദ്ദേഹം അത് ചെയ്യാതെ ഓടി രക്ഷപ്പെടാൻ നോക്കുവാണെങ്കിൽ അത് ചെയ്യുന്നത് ശരിയാണോ? അല്ല. അതാണ് പറയുന്നത്. അപ്പോൾ കൃഷ്ണ ഈവൻ ചിലവർ, ശിലപ്രഭാജി പറയുന്നു, കൃഷ്ണാവബോധത്തിൽ ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ ചില ആളുകൾ ഓൾറെഡി കൃഷ്ണ കോൺഷ്യസിലുണ്ടാവും. അങ്ങനെയുള്ളവരും ചിലപ്പോൾ എന്താ പറയുക, അങ്ങനെയുള്ളവരും ചിലപ്പോൾ ഒന്നും ചെയ്യാതിരിക്കും. ഓൾറെഡി ഞാൻ ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, ഇനി ഞാൻ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് ടു ഡു. ഈ പറയുന്ന സർവീസസൊക്കെ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് വിചാരിക്കുന്നവർ, അതും ശരിയല്ല. സോ എല്ലായ്പ്പോഴും നമ്മൾ എൻഗേജ് ആയിട്ടിരിക്കുക. അപ്പോൾ അത് നമ്മുടെ സ്വധർമ്മമാണെങ്കിലും വർണ്ണാശ്രമധർമ്മത്തിൽ അതിൽ വരുന്ന സ്വധർമ്മമാണെങ്കിലും, നമ്മൾ നൈമിത്തിക ധർമ്മമാണെങ്കിലും അതോ നിത്യധർമ്മമാണെങ്കിലും. നൈമിത്തിക ധർമ്മം എന്ന് പറഞ്ഞാൽ ടെമ്പററി ഡ്യൂട്ടീസ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന നമ്മുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്സിലൊക്കെയുള്ള ഡ്യൂട്ടീസാണ് നൈമിത്തിക ധർമ്മം. ബിക്കോസ് അത് ഒരു കുറച്ച് കാലത്തിൽ മാത്രം നമ്മൾ ചെയ്യുന്നത്. നിത്യധർമ്മം എന്ന് പറയുന്നത് ഭഗവത് സേവനം. ഇത് രണ്ടും ആവശ്യമാണ്. രണ്ടും നമ്മൾ പ്രോപ്പർലി എക്സിക്യൂട്ട് ചെയ്യണം. നമ്മൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ, ഇപ്പോൾ നൈമിത്തിക ധർമ്മം ചെയ്യേണ്ട കാലയളവ് എത്രയാണോ നമുക്കുള്ളത്, ആ സമയം മുഴുവനും നമ്മളത് പ്രോപ്പർലി ചെയ്യണം. പക്ഷേ കൃഷ്ണാവബോധത്തോടു കൂടി ചെയ്യണമെന്നാണ് ഭഗവാൻ പറയുന്നത്, ശിലപ്രഭാത് പറയുന്നത്. കൃഷ്ണാവബോധത്തോടു കൂടിയിട്ട് അങ്ങനത്തെ സ്വധർമ്മം ചെയ്യുക. കൂട്ടത്തിൽ കൃഷ്ണാവബോധത്തിലുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എന്താ പറയുക, നമ്മൾ പറയുന്ന ശ്രവണം കീർത്തനം സ്മരണം ഡയറക്റ്റ് ഡിവോഷണൽ സർവീസും നമ്മൾ ചെയ്യുക. അപ്പോൾ ഡിവോഷണൽ സർവീസിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റും ഇൻഡയറക്റ്റും. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രവണം കീർത്തനം സ്മരണം ഒക്കെ നമ്മൾ നാമം ജപിക്കുന്നതും കീർത്തനം ചൊല്ലുന്നതും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഭഗവത്ഗീത പഠനമൊക്കെ ഡയറക്റ്റ് ഡിവോഷണൽ സർവീസാണ്. ഇനി അത് ഇൻഡയറക്റ്റ് ഡിവോഷണൽ സർവീസ് എന്താണ്? നമ്മൾ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നു, നമ്മൾ വീട്ടിലെ സർവീസസൊക്കെ, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, വീട് വൃത്തിയാക്കുന്നു, വീട്ടിൽ പല കാര്യങ്ങളും, ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, അവരെ ഹെൽപ്പ് ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇതെല്ലാം ഇൻഡയറക്ട്ലി സർവീസാണ്. ബിക്കോസ് അവരെല്ലാവരും ഓഫ് കോഴ്സ് ജോലിക്ക് പോയി അത് ആ ശമ്പളം ഉപയോഗിച്ച് നമ്മൾ ഭഗവത് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും വേണ്ടി ഉപയോഗിക്കുന്നു. ഭഗവാന് ഭോഗ് ഉണ്ടാക്കി, ഭഗവാന് ഭോഗ് സമർപ്പിക്കാനും ഭക്ഷണം നമ്മൾ സമർപ്പിക്കുന്നു. അപ്പോൾ അതെല്ലാം ആ പൈസ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കൃഷ്ണാവബോധത്തിലാണ് അത് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ അങ്ങനെ നമ്മൾ വീട്ടിലെ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ അത് ഡയറക്റ്റ്ലി ശ്രവണം കീർത്തനം അല്ലെങ്കിൽ പോലും, നവവിധ ഭക്തിയിൽ വരില്ലെങ്കിൽ പോലും ഡെഫിനറ്റ്ലി അതും ഡിവോഷണൽ സർവീസ് തന്നെയാണ്. പക്ഷേ ഇൻഡയറക്റ്റ് ഡിവോഷണൽ സർവീസ് എന്ന് പറയാം. അപ്പോൾ അപ്പോൾ അതൊക്കെ നൈമിത്തിക ധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ. സോ അതൊക്കെ ഒരു സമയം, അപ്പോൾ അതാണെങ്കിലും ഇൻഡയറക്ട്ലി നമ്മൾ ചെയ്യുന്ന സർവീസസ് ആണെങ്കിലും ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ചെയ്യുക. പ്രോപ്പർ കോൺഷ്യസ്നസ്സോട് കൂടിയിട്ട് നമ്മുടെ സിൻസിയറിറ്റിയോട് കൂടിയിട്ട് സർവീസ് ചെയ്യാനാണ് പറയുന്നത്, അല്ലാതെ ഓടിപ്പോവാനല്ല പറയുന്നത്. സോ പ്രോപ്പർലി. പിന്നെ സമയമാവുന്ന സമയത്ത് ഭഗവാൻ തന്നെ നമുക്ക് വഴി പറഞ്ഞു തരും, ഗുരു തന്നെ നമുക്ക് വഴി പറഞ്ഞു തരും. ആ സമയത്ത് അതെല്ലാം മാറ്റിവെച്ച് നൈമിത്തിക ധർമ്മത്തെ നമ്മൾ ക്ലോസ് ചെയ്ത്, ആ ചാപ്റ്റർ ക്ലോസ്ഡ്, ഇനി ഞാൻ നിത്യധർമ്മം മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടും ഭഗവത് സേവനങ്ങളിലേക്ക് ഇറങ്ങുന്നൊരു സ്റ്റേജ് നമുക്കെല്ലാവർക്കും വരേണ്ടതാണ്. അത് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ തീരുമ്പോൾ, അതാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. വാനപ്രസ്ഥം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും
അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്നവരാണെങ്കിൽ അടുത്ത ജനറേഷന് ഹാൻഡ് ഓവർ ചെയ്തിട്ട് കംപ്ലീറ്റ്ലി നമ്മൾ അവിടുന്ന് ഔട്ടായി നമ്മൾ കംപ്ലീറ്റ്ലി ഭഗവത് സേവനങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ആ ഒരു സമയം. സോ അങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്നത്, നമ്മൾ ആരും ആക്റ്റീവ് അല്ലാത്ത സമയമില്ല. ഇവിടെ ഇരിക്കുന്ന സമയത്തും റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള സമയവും നമ്മൾ ചെയ്യുന്നു ഡ്യൂട്ടീസ്. അത് ഭഗവാന്റെ സർവീസസ് ആണെങ്കിൽ ഡയറക്റ്റ് സർവീസസ് ആയിരിക്കും, പക്ഷെ അപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുകയാണ്. വി ആർ നോട്ട് സിറ്റിംഗ്, വെറുതെ മിണ്ടാതെ ഇരിക്കുന്നൊരവസ്ഥ ഇല്ല. അപ്പം അതുകൊണ്ട് ഇവിടെ ശിലപ്രഭുജി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, അർജുനെ കൃഷ്ണൻ ഇൻസ്ട്രക്ട് ചെയ്യുന്നു, നീ അതുകൊണ്ട് പൂർവികരുടെ പാത പിന്തുടരൂ. അപ്പോൾ സൂര്യദേവനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, സൂര്യദേവന് ഞാനിത് ആദ്യം പറഞ്ഞു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇതിനു മുമ്പുള്ള ശ്ലോകത്തിൽ വിവസ്വാന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പൂർവികർ ഇതെല്ലാം ഫോളോ ചെയ്തിട്ട് അവർ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നീയും ആ പാത പിന്തുടരൂ, അത് നിനക്ക് നല്ലതാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഭഗവാൻ. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ശിലപ്രഭുജി നമ്മൾ ഈ പഠിച്ച ഭാവാർത്ഥത്തിൽ. ഓക്കെ. അപ്പോൾ 15ാമത്തെ ശ്ലോകം കഴിഞ്ഞു. ഇനി 16. കിം കർമ്മ കിം അകർമ്മേതി കവയോപി അത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. വായിക്കാം. കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര കിം കർമ്മ കിമകർമ്മേതി കവയോപി അത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. കർമ്മ കിമകർമ്മേതി കവയോപിത്യാ മോഹിതാ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷസ്യ ശുഭാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. കിം കർമ്മേതി കവയോപത്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷസേ ശുഭാത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്യാ മോഹിതാ തത്തേ കർമ്മ പ്രവിശ്യാമി യജ്ഞാത്വാ മോക്ഷസേ ശുഭാത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. കിം കർമ്മ കിമകർമ്മേതി കവയോപിത്യ മോഹിതാ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷസേ ശുഭാത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. Yeah. കിം കർമ്മ കിമകർമ്മേതി കവയോപിത്ര മോഹിതഃ തത്മേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷസേ ശുഭാത്. ഓക്കെ. വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ പ്രഭു. എന്താണ് കർമ്മം, എന്താണ് അകർമ്മം എന്നത് ബുദ്ധിമാന്മാരെ പോലും വിഭ്രമിക്കുന്നതാണ്. ആ കർമ്മത്തെപ്പറ്റി ഇനി ഞാൻ വിവരിച്ചു തരാം. അതറിഞ്ഞാൽ നീ അശുഭങ്ങളിൽ നിന്ന് മുക്തനാകും. ഭാവാർത്ഥം. കൃഷ്ണാബോധത്തിൽ കർമ്മം ചെയ്യേണ്ടത് വിശ്വാസരായ മുൻകാലത്തെ ഭക്തരെ മാതൃകയാക്കിക്കൊണ്ടാണെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് സ്വാഭീഷ്ടം പോലെ ചെയ്തുകൂടാ എന്നതിനെപ്പറ്റി അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. കൃഷ്ണാബോധത്തിൽ പ്രവർത്തിക്കുന്നതിന് മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ ഗുരുപരമ്പരയിൽപ്പെട്ട ആധുനിക പുരുഷന്മാരുടെ നേതൃത്വത്തിൽ കീഴിലാകണം. ആദ്യമായി സൂര്യദേവനും പിന്നീട് അദ്ദേഹം സ്വപുത്രനായ മനുവിനും മനുവിനാൽ പുത്രൻ ഇക്ഷാകുവിനും ഉപദേശിക്കപ്പെട്ടതാണ് ഈ രീതി. അത്രയും പുരാതന കാലം മുതൽക്ക് ഭൂമിയിൽ നിലനിന്നു പോരുന്നു ഇത്. അതുകൊണ്ട് ഈ ശിഷ്യ പരമ്പരയിൽപ്പെട്ട പ്രാമാണികമായ മുൻഗാമികളുടെ കാൽപ്പാടുകൾ പിന്തുടരണം. അല്ലെങ്കിൽ കൃഷ്ണാബോധ പ്രവർത്തനങ്ങളുടെ നിലവാരം എന്തെന്നറിയാതെ ദീക്ഷ്ണാശാലികൾ പോലും അമ്പരന്നു പോകും. അതുകൊണ്ടാണ് അർജുനനെ താൻ തന്നെ ഉപദേശിക്കാമെന്ന് കൃഷ്ണൻ തീരുമാനിച്ചത്. ഉപദേശം ഭഗവത് പ്രോക്തമായിരിക്കെ പിന്നീട് അർജുനന്റെ അനുയായിയാവുന്ന ഏതൊരാൾക്കും അതിനെപ്പറ്റി വിഭ്രമിക്കാനിടയില്ല തന്നെ.
വികലവും പരീക്ഷണ വിധേയമായ അറിവ് കൊണ്ട് ഒരാൾക്ക് ധർമ്മമാർഗങ്ങൾ അറിയാൻ കഴിയില്ലെന്ന് പറയപ്പെടുന്നു. വാസ്തവത്തിൽ ധാർമ്മിക നിയമങ്ങൾ ഉണ്ടാകാൻ ഭഗവാൻ മാത്രമാണ് അധികാരി. ധർമ്മന്തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഭാഗവതം 6.3.19. വികലമായ ഊഹാപോഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആർക്കും ധാർമ്മിക പ്രമാണങ്ങൾ ഉണ്ടാക്കാൻ അവകാശമില്ല. ബ്രഹ്മാവ്, ശിവൻ, നാരദൻ, മനു, കുമാരന്മാർ, കപിലൻ, പ്രഹ്ലാദൻ, ഭീഷ്മൻ, ശുകദേവ് ഗോസ്വാമി, യമൻ, ജനകൻ, ബലിചക്രവർത്തി മുതലായ ആധികാര്യമുള്ളവരെ പിന്തുടരുക തന്നെ വേണം. എന്താണ് മതം, എന്താണ് ആത്മസാക്ഷാത്കാരം എന്ന് ഊഹിച്ചറിയാൻ സാധ്യമല്ല. ഭക്തരോടുള്ള അഹൂജ്യമായ കാരുണ്യം കൊണ്ടാണ് കർമ്മങ്ങളെപ്പറ്റി ഭഗവാൻ സ്വയം അർജുനന് വിവരിച്ചു കൊടുക്കുന്നത്. കൃഷ്ണാബോധപൂർവം ചെയ്യപ്പെട്ട കർമ്മം മാത്രമേ മനുഷ്യനെ ഭൗതിക ജീവിതത്തിന്റെ കെട്ടുപാടിൽ നിന്ന് മോചിപ്പിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. സോ ഇവിടെ പറയുന്നു, ഭഗവാൻ പറയുന്നു, കിം കർമ്മ കിം അകർമ്മേതി കവയോപി അത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വം മോക്ഷ്യസേ ശുഭാത്. അദ്ദേഹം പറയുന്നു, ബുദ്ധിയുള്ളവർ പോലും ചിലപ്പോൾ കൺഫ്യൂഷനായി പോകുന്നു. അവർക്ക് എന്താണ് കർമ്മം, എന്താണ് അകർമ്മം എന്നുള്ളത് വേർതിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥ ചിലപ്പോൾ വരുന്നു ആളുകൾക്ക്. ബുദ്ധിയുള്ളവർക്കും ചിലപ്പോൾ ഒരു പക്ഷേ അതിനെ സംഭവിക്കുന്നു. അപ്പം അതുകൊണ്ട് ഭഗവാൻ പറയണം, അതുകൊണ്ട് ഞാൻ ഇനി പറയാൻ പോവാണ് എന്താണ് കർമ്മം, എന്താണ് അകർമ്മം എന്നുള്ളത്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അശുഭമായിട്ടുള്ള ഒന്നും തന്നെ അവർക്ക് സംഭവിക്കില്ല. എന്നാൽ മോക്ഷവും കിട്ടുന്നു. മോക്ഷസേ, മോക്ഷവും സംഭവിക്കുന്നു. ഈ പറയുന്ന ഭൗതിക ലോകത്തിലുള്ള ഇവിടെ അശുഭമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ എല്ലാം നടക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് നമുക്ക് മോചനവും നേടാൻ സാധിക്കുന്നു. അപ്പോൾ എന്താണ് കർമ്മം, എന്താണ് അകർമ്മം എന്ന് തിരിച്ചറിയുന്ന, പ്രോപ്പറായിട്ട് തിരിച്ചറിയുന്ന വ്യക്തിക്ക് അതാണ് പറയുന്നത്. ശിലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നു, കൃഷ്ണാവബോധം നമ്മൾ ചെയ്യേണ്ടത് ശുദ്ധഭക്തരുടെ, മഹാത്മാക്കളുടെ പാത പിന്തുടർന്നുകൊണ്ടായാണ് എന്നാണ്. ഇതാണ് വീണ്ടും പറയുന്നത്, നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സോ നമ്മൾ മഹാത്മാക്കൾ, ശുദ്ധഭക്തരുടെ പാത പിന്തുടരുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ള മാർഗം. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ പറഞ്ഞത്, ഭഗവത്ഗീത ഞാൻ പറഞ്ഞു കൊടുത്തു, വിവസ്വാന് പറഞ്ഞു കൊടുത്തു, പിന്നെ ഇക്ഷ്വാക്കുവിനത് അത് പരമ്പരയിലൂടെ ഇക്ഷ്വാക്കുവിന് കിട്ടി, പിന്നെ താഴോട്ട് അത് വരുന്നു എന്നുള്ളതൊക്കെ ഭഗവാൻ പറയുന്നു. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുവാണ്, നമ്മൾ പരമ്പരയിൽ നിന്ന് ഇതെല്ലാം പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ശീലപ്രഭാജി പറയുവാണ്, അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം, ഈ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് ഭഗവാൻ നേരിട്ട് അർജുനനെ ഇവിടെ ഇൻസ്ട്രക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്ത്, ഈ പാത പിന്തുടരണം, നീയും അത് ഫോളോ ചെയ്യണമെന്ന്. അതായത് കൃഷ്ണാവബോധം ഫോളോ ചെയ്തുകൊണ്ട് നീ മുന്നോട്ട് പോകണം എന്നുള്ളത് ആണ് പറയുന്നത്. അപ്പോൾ ശിലപ്രഭാജി അതുകൊണ്ട് പറയുകയാണ്, ഇനി അതുകൊണ്ട് അർജുനെ ഫോളോ ചെയ്യുന്നവർ അവർക്കും എല്ലാവിധ, അവരുടെ മുമ്പിലും എല്ലാ തടസ്സങ്ങളും മാറും എന്നാണ് പറയുന്നത്. കാര്യം നമ്മളെല്ലാവരും ആക്ച്വലി അർജുനൻ്റെ മഹാകാരുണ്യം കൊണ്ടാണ് ഭഗവത്ഗീത കേൾക്കുന്നത് അല്ലേ. അർജുനൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൊണ്ടും അർജുനന് കൺഫ്യൂഷൻ വന്നതും ഒക്കെ നമുക്ക് ഉപകാരമായി ശരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ് നിത്യസിദ്ധനായിട്ടുള്ള അർജുനനും ഈ ഒരു ലീലയിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ അപ്പോൾ അർജുനൻ ഈ ഒരു ഭഗവത്ഗീത സന്ദേശം കേട്ടതിന് ശേഷം അദ്ദേഹം ആക്ട് ചെയ്തു. അദ്ദേഹം എന്താണ് ചെയ്തത്? അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യുക. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ ഭഗവാൻ പറഞ്ഞപ്പോൾ അർജുനൻ അത് ചെയ്തു അല്ലേ. അപ്പോൾ ചെയ്തു. അങ്ങനെ അപ്പോൾ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാ സക്സസ്സും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മം ആരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഇതെല്ലാം ഭഗവാൻ തന്നെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ധർമ്മം ആക്ച്വലി. സോ അതുകൊണ്ട് അത് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ഓടിപ്പോവുക എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഇവിടെ ശിലപ്രഭാജി പറയുന്നത്, വീണ്ടും അതിനെ എടുത്ത് പറയുന്നു. എന്നിട്ട് ഇവിടെ പറയുന്നു, മഹാജനങ്ങളെ ഫോളോ ചെയ്യണം. ഇവിടെ പേരുകൾ പറയുന്നുണ്ട്: ബ്രഹ്മ, ശിവ, നാരദ, മനു, കുമാര, കപില, പ്രഹ്ലാദ, ഭീഷ്മ, ശുകദേവ് ഗോസ്വാമി, യമരാജ, ജനക, ബലി മഹാരാജ് എന്നുള്ളത്. ഇത് ശ്രീമദ് ഭാഗവതത്തിലെ ഒരു ശ്ലോകമാണ്. ശ്രീമദ് ഭാഗവതത്തിലെ 6-ാമത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ
20ാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകം. 6:3:20. സ്വയംഭൂർനാരദ ശംഭു കുമാര കപിലോ മനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലിർവയ്യ സഖീർവയം. സ്വയംഭൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് വരുന്നതാണല്ലേ, സ്വയംഭൂ എന്നാണ് വിളിക്കുന്നത്. ബ്രഹ്മാവാണ് സ്വയംഭൂ. നാരദ നമുക്കറിയാം, നാരദമുനി. ശംഭു മഹാദേവൻ ശിവൻ. കുമാര 4 കുമാരന്മാർ. കപിലമുനി. മനു സ്വയംഭൂ മനു, ആദിത്യ മനു. പ്രഹ്ലാദ് നമുക്കറിയാം, പ്രഹ്ലാദ് ആരാണ്. ജനക മഹാരാജ് ആരാണ്? സീതാദേവിയുടെ അച്ഛൻ. ഭീഷ്മ പിതാമഹനെ നമുക്കറിയാം. ബലി മഹാരാജിനെ നമുക്കറിയാം. വയ്യാസഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുകദേവ് ഗോസ്വാമി. പിന്നെന്താണ് പറയുന്നത്? വയം പറയും ഞാനും. അപ്പോൾ ഇത് പറയുന്നത് യമരാജാണ്. ഈ ശ്ലോകം പറയുന്നത് യമരാജാണ്. അതുകൊണ്ട് യമരാജ് പറയുകയാണ് ഞാനും. അപ്പോൾ ഇങ്ങനെ 12 പേരാണ് ഇവിടെ ഉള്ളത്. മഹാജനങ്ങൾ എന്ന് വിളിക്കുവരെ. ഇവരെ ശാസ്ത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെ എക്സോൾട്ടഡ് പേഴ്സണാലിറ്റീസ് ആണ് എന്നുള്ളത്. മഹാജനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. 12 മഹാജനങ്ങൾ എന്നാണ് ഇവരെ വിളിക്കുന്നത്. സോ ഇവരുടെ പാത പിന്തുടരുന്നവർ സക്സസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് 12 പേരെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ഇവർ 12 പേര് മാത്രമല്ല മഹാജനങ്ങൾ. മഹാജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. എന്നാൽ അതിലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള 12 പേരെ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശിലപ്രഭാജിയെ പോലുള്ള ആചാര്യന്മാരെ, ഇപ്പോൾ നമ്മുടെ രൂപഗോസ്വാമി, സനാതൻ ഷഡ്ഗോസ്വാമിമാരെ, ഗുരുപരമ്പരയുള്ള ആചാര്യന്മാർ, ഇവരൊക്കെ മഹാത്മാക്കളാണ്. ഇവരൊക്കെ ഇതേപോലെ കാറ്റഗറിയിൽ വരുന്നവരാണ്. കാര്യം അവരൊക്കെ ഈ പറയുന്നവരെ ഫോളോ ചെയ്തിട്ടുള്ളവരാണ്, ശാസ്ത്രം ഫോളോ ചെയ്തിട്ടുള്ളവരാണ്, ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തിട്ടുള്ളവരാണ്. സോ അവരും മഹാത്മാക്കളാണ്, മഹാജനങ്ങളാണ്. എന്നാൽ ഭാഗവതത്തിൽ എടുത്ത് പറയുന്ന 12 പേരാണ് ഇവർ. സ്വയംഭൂർ നാരദ ശംഭു കുമാരോ കപിലോ മനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലിർവയ്യ സഖി വയം. യെസ്. സോ ശിലപ്രഭാജി ഈ ഒരു ശ്ലോകം ഇവിടെ കോട്ട് ചെയ്തുകൊണ്ട് പറയുവാണ്. സോ ആരാണ് ഇവരെ ഫോളോ ചെയ്യുന്നത്? മഹാജനങ്ങളെ ഫോളോ ചെയ്യുന്നത്. ഇവരോ വേറെ ഇതിൽ പറയാത്ത മഹാജനങ്ങളായിക്കോട്ടെ, അവരെ ഫോളോ ചെയ്യുന്നത് അവർക്ക് സക്സസ് ഉറപ്പാണ് എന്നാണ് പറയുന്നത്. 100% അവർക്ക് സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതിക ലോകത്തിലെ എൻടാങ്കിൾമെൻറ്റിൽ നിന്ന്, ഇവിടെയുള്ള കർമ്മബന്ധനത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ സാധിക്കും. അതാണ് പറയുന്നത്. കാര്യം ഇവരെല്ലാവരും കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്, കൃഷ്ണാവബോധത്തിലുള്ളവരാണ്, ശുദ്ധഭക്തരാണ് ഈ പറയുന്ന 12 പേരും. അതേപോലെ മറ്റുള്ള മഹാത്മാക്കളും. അപ്പോൾ അവരെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാരണ്ടിയാണെന്ന് പറയുന്നു സക്സസ് സ്പിരിച്വൽ ലൈഫിൽ. അതാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ശ്ലോകം 17. കർമ്മണോ ഹി അഭിബോധവ്യം ബോധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോധവ്യം ഗഹന കർമ്മണോ ഗതിഃ. യെസ്. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കൂ. കർമ്മണോ ഹ്യപി ബോധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോധവ്യം ഗഹന കർമ്മണോ ഗതിഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കർമ്മണോ ഹ്യഭിബോധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോധവ്യം ഗഹനാ കർമ്മണോ ഗതിഃ. ഹരേ കൃഷ്ണ പ്രഭുജി. കർമ്മണോ ഹ്യപി ബോധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോധവ്യം ഗഹനാ കർമ്മണോ ഗതിഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കർമ്മണോ ഹ്യപി ബോധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോധവ്യം ഗഹനാ കർമ്മണോ ഗതിഃ. ഹരേ കൃഷ്ണ. കർമ്മണോ ഹൃദി ബോധവ്യം ച വികർമ്മണഃ അകർമ്മണം ച ബോധവ്യം ഗഹനാ കർമ്മണോ ഗതി. ഓക്കെ. വിവർത്തനം ഭാവാർത്ഥം. കർമ്മത്തിന്റെ സങ്കീർണതകൾ ദുർഗ്രാഹ്യമാണ്. അതുകൊണ്ട് കർമ്മം
വികർമ്മം, നിഷിദ്ധ കർമ്മങ്ങൾ, അകർമ്മം എന്നിവയെക്കുറിച്ചെല്ലാം ഒരാൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടണമെന്ന് ഒരാൾ കാര്യമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ കർമ്മം, വികർമ്മം, അകർമ്മം എന്നിവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. കർമ്മം, പ്രതികർമ്മം, വികലകർമ്മം എന്നിവയെക്കുറിച്ചെല്ലാം ഒരാൾ സ്വയം വിശകലനം ചെയ്യണം. പ്രയാസമുള്ളതാണ് ഈ വിഷയം. കൃഷ്ണാവബോധത്തെക്കുറിച്ചും ദൃശ്യങ്ങളായ പ്രവർത്തനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ ഒരാൾ പരമപുരുഷനുമായുള്ള തൻ്റെ ബന്ധം എന്തെന്ന് അറിയണം. ഏതൊരു ജീവാത്മാവും ഭഗവാന്റെ നിത്യസേവകനാണെന്നും തന്മൂലം കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിച്ച് തീരൂ എന്നുമുള്ള സത്യം ജ്ഞാനമുള്ള ഒരാൾ നന്നായി അറിയുന്നു. ഗീതാസൂക്തങ്ങളെല്ലാം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ അവബോധത്തിനും തത്സംബന്ധിയായ പ്രവർത്തനങ്ങൾക്കുമെതിരായിട്ടുള്ള നിഗമനങ്ങളെല്ലാം വികർമ്മങ്ങൾ, നിഷിദ്ധ കർമ്മങ്ങൾ തന്നെ. ഇതെല്ലാം മനസ്സിലാക്കാനായി കൃഷ്ണാവബോധമുള്ള പ്രാമാണികരോട് സഹവസിക്കുകയും അവരിൽ നിന്ന് രഹസ്യജ്ഞാനം നേടുകയും ചെയ്യണം. ഭഗവാനിൽ നിന്ന് നേരിട്ട് പഠിക്കുന്നത് പോലെയാണിതും. അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമാനായുള്ള ആളും അമ്പരന്ന് പോകും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. സോ ഇവിടെ പറയുന്നു, കർമ്മം കർമ്മണോ ഹി അപ്പി ബോധവ്യം ബോധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോധവ്യം ഗഹന കർമ്മണോ ഗതി. എന്താ പറയുന്നത്? കർമ്മത്തിൻ്റെ ഇൻട്രിക്കസീസ്, അല്ലെങ്കിൽ ഇൻട്രിക്കസി എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പലവരും വിചാരിക്കുന്നുണ്ടാവും, എന്തുകൊണ്ട് ഈ ഒരു രൂപം നമുക്ക് കിട്ടി? ഓരോരുത്തർക്കും വേറെ വേറെ രൂപമാണ്. എന്തുകൊണ്ട് മറ്റുള്ള ആളെ പോലെയല്ല? സ്വഭാവത്തിൽ വ്യത്യാസം, രൂപത്തിൽ വ്യത്യാസം, ജനിച്ച സ്ഥലത്ത് വ്യത്യാസം, നമ്മുടെ വീട്ടിലെ പരിസ്ഥിതി വ്യത്യാസം, എല്ലാം വ്യത്യാസമാണ്. എന്തുകൊണ്ട്? ഇപ്പോൾ കർമ്മത്തിൻ്റെ ഫലമാണെന്ന് നമ്മൾ പറയും. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുമ്പോൾ എങ്ങനെ സംഭവിച്ചു, ഇത് ഏത് ജന്മത്തിൽ നിന്നുള്ളതാണ്, കാര്യം ഒരു ജന്മത്തിലെയല്ല, പല ജന്മങ്ങളിലെയും ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് ഗഹനമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എവിടെയും നമ്മൾ എത്തില്ല. കാര്യം അത് വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കർമ്മം. ഇൻട്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അത് ഭഗവാൻ നേരിട്ട് പറയുന്ന കാര്യമാണ് ഇവിടെ. അപ്പം അതുകൊണ്ട് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല എങ്ങനെ എന്തൊക്കെ ഫലം, കർമ്മത്തിൻ്റെ ഫലത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് എന്നുള്ളത്. സോ മെനി തിങ്സ്. മേ ബി ലൈഫ് ടൈംസ് അല്ല, പഴയ 100 വർഷം 100 ജന്മം മുമ്പുള്ളതിൻ്റെ ഫലം ചിലപ്പോൾ ഇപ്പോഴായിരിക്കും നമുക്ക് മെച്ചുവറായി കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനൊരു ഉദാഹരണം ശാസ്ത്രങ്ങളിൽ, ഈവൻ നമ്മുടെ മഹാഭാരതത്തിലെ കഥ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ധൃതരാഷ്ട്രർക്ക് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? 100 പേരുണ്ടായിരുന്നു അല്ലേ? ധൃതരാഷ്ട്ര അന്ധനുമായിരുന്നു. അന്ധനായിട്ടുള്ള, അപ്പോൾ ധൃതരാഷ്ട്ര ജന്മന അദ്ദേഹം അന്ധനാണ്. ഭഗവത്ഗീതയിലെ ആദ്യത്തെ ചാപ്റ്ററിൽ പറയുന്ന പോലെ ആക്ച്വലി മെറ്റീരിയലിയും അദ്ദേഹം, കണ്ണുകൊണ്ടും ഫിസിക്കലിയും അദ്ദേഹം അന്ധനായിരുന്നു, ഉള്ളുകൊണ്ടും അന്ധനായിരുന്നു എന്ന് പറയുന്നു. നമ്മൾ പറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് പ്രോപ്പർലി ജനിക്കുമ്പോഴേ അദ്ദേഹത്തിന് കാഴ്ചയില്ല. അതെങ്ങനെ സംഭവിച്ചു? അതേപോലെ 100 മക്കളുണ്ട്, ആ 100 മക്കൾ മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ വെച്ചിട്ട്. അതെങ്ങനെ സംഭവിച്ചു? നമ്മൾ പറയുന്നു മഹാഭാരതത്തിൽ ഇത് ആക്ച്വലി കർമ്മഫലമാണ്. എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഒരുപാട് ജന്മങ്ങൾ മുമ്പ് സംഭവിച്ച ഒരു കാര്യത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അന്ന് ധൃതരാഷ്ട്രർ ഒരു ഹണ്ടറായിരുന്നു, വേട്ടക്കാരനായിരുന്നു. വേട്ടക്കാരനായിട്ടുള്ള ധൃതരാഷ്ട്രർ അന്ന് ഒരുപാട് ജന്മം മുമ്പുള്ള കാര്യം പറയുന്നത്. അദ്ദേഹം വേട്ടക്കാരനായിരുന്നപ്പോൾ അദ്ദേഹം വേട്ടയാടുന്ന സമയത്ത് എന്ത് സംഭവിച്ചു വെച്ചാൽ അദ്ദേഹം ഒരു പക്ഷിയെ എയിം ചെയ്ത് അദ്ദേഹം അമ്പ് അയച്ചു. അമ്പ് അയച്ച സമയത്ത് എന്ത് സംഭവിച്ചു വെച്ചാൽ അമ്പ് കണ്ണ് പോകുന്നു, ആരുടെ?
ആ പക്ഷിയുടെ കണ്ണും പോന്നു. മാത്രമല്ല ആ പക്ഷിക്ക് 100 മുട്ടകളുണ്ടായിരുന്നു. അതെല്ലാം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഒറ്റയടിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷൻ കാരണം. അപ്പോൾ ഇതിൻ്റെ റിയാക്ഷൻ വരുന്നത് എപ്പോഴാണ്? ഒരുപാട് ജന്മം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് റിയാക്ഷൻ കിട്ടുവാണ്. എന്താണ് റിയാക്ഷൻ? അതിന് നമ്മൾ പറയുന്ന പോലെ എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമുക്ക് അതേപോലെ തന്നെ അദ്ദേഹത്തിന് കർമ്മം കിട്ടുവാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. 2, അദ്ദേഹത്തിൻ്റെ എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ മക്കളും അദ്ദേഹത്തിനെ കൺമുമ്പിൽ വെച്ച്, അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കെ മരിച്ചു യുദ്ധത്തിൽ, അല്ലേ? ഇതെങ്ങനെ സംഭവിച്ചു? ഇത് കർമ്മത്തിൻ്റെ ഫലമാണ്. അപ്പോൾ ഇത് എത്ര ജന്മം കഴിഞ്ഞിട്ടാണ് നമുക്കിത് കിട്ടുന്നതെന്ന് നമുക്കറിയില്ല. ഇതൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇൻട്രിക്കസി എന്ന് പറയുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് കർമ്മം എന്ന് പറയുന്നത്. വെരി വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. എന്നാൽ അത് ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ. എന്നാൽ ഒരാൾക്ക് അത് മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് മനസ്സിലാക്കാൻ എളുപ്പമല്ല, ആർക്കും സാധിക്കുന്നതല്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, എന്ത് കാര്യമാണോ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടും. എന്താണ് കർമ്മം, എന്താണ് വികർമ്മം, എന്താണ് അകർമ്മം? ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ മൂന്നും എന്താണ് അകർമ്മം, എന്താണ് വികർമ്മം, എന്താണ് കർമ്മം എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് കുഴപ്പമില്ല. അങ്ങനെയുള്ളവർക്ക് ഈവൻ കർമ്മത്തിൻ്റെ ഇൻട്രിക്കസീസ് അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. അതാണ് പറയുന്നത്. എന്താണ് കർമ്മം, വികർമ്മം, അകർമ്മം? 3 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സോ ഇത് ഓർക്കേണ്ട കാര്യമാണ്. കർമ്മം ഒരു ടെർമിനോളജി, ഒരു ടേം, വികർമ്മം ഒരു ടേമാണ്, അകർമ്മം വേറെ ടേമാണ്. 3 കാര്യങ്ങളാണ്. അപ്പോൾ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ്, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്. വികർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോർബിഡൻ ആക്ടിവിറ്റീസ്, അതായത് ശാസ്ത്രത്തിൽ നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ, ഫോർബിഡൻ. ഉദാഹരണത്തിന് 4 നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നത്, അത് നിഷിദ്ധമായിട്ടുള്ളതാണ്. സോ അത് ഫോർബിഡൻ ആക്ടിവിറ്റി, അതിനെ വികർമ്മം എന്ന് പറയുന്നു. ഇനി എന്താണ് അകർമ്മം? ഇനാക്ഷൻ ഇംഗ്ലീഷിൽ പറയുന്നു. ആക്ഷൻ, ഫോർബിഡൻ ആക്ഷൻ, ഇനാക്ഷൻ. സോ ഇനാക്ഷൻ എന്ന് പറഞ്ഞാൽ അകർമ്മം. അകർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, കർമ്മം ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ ഫലം പ്രതീക്ഷിക്കുന്നില്ല, അതേപോലെ തന്നെ ഭഗവാന് സമർപ്പിച്ച് ചെയ്യുന്നു. അതാണ് അകർമ്മം. ഇത് 3 തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണം എന്നാണ് ഭഗവാൻ ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് പ്രോപ്പർലി മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്താണ് കർമ്മം, എന്താണ് വികർമ്മം, എന്താണ് അകർമ്മം എന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നതും. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യവും അതാണ്. എന്നിട്ട് പറയുന്നു ശീല പ്രഭുപാദി, കർമ്മത്തിൻ്റെ ആ ഇൻട്രിക്കസീസ് മനസ്സിലാക്കാൻ എളുപ്പമല്ല, ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണാവബോധത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് അകർമ്മം ചെയ്തുകൊണ്ട് പെർഫെക്ഷൻ ആക്കാൻ നോക്കുക നമ്മളെ. കാര്യം കർമ്മത്തിന് റിയാക്ഷനുണ്ട്, മീൻസ് എന്ത് ആക്ടിവിറ്റിക്ക് റിയാക്ഷനുണ്ട്. വികർമ്മത്തിന് 100% റിയാക്ഷനുണ്ട്, അത് നെഗറ്റീവായിട്ടുള്ള റിയാക്ഷനാണ്. കാര്യം നമ്മൾ തെറ്റായിട്ടുള്ള കാര്യം ചെയ്ത് കഴിഞ്ഞാൽ, സിൻഫുൾ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള റിയാക്ഷൻ കിട്ടും. അകർമ്മത്തിനോ റിയാക്ഷൻ ഇല്ല, അതാണ് സ്പെഷ്യാലിറ്റി. അകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്യുന്നു അത് ഭഗവാനെ സമർപ്പിക്കുകയാണ്. അപ്പോൾ അതിന് റിയാക്ഷൻ വരുന്നില്ല. സോ ന്യൂട്രലായി പോവുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെയായിരിക്കണം നമ്മുടെ അക്കൗണ്ട്. നമ്മുടെ കർമ്മത്തിൻ്റെ അക്കൗണ്ട് 0 ആവണം, എന്നാലേ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുകയെന്ന്. അതാണ് ഇതിൻ്റെ കാര്യം. ഇല്ലെങ്കിൽ അതിന് റിയാക്ഷൻ ഉണ്ടാവും. റിയാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും ജന്മം എടുക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഇത്രയും പോരാതെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ ട്രൈ ചെയ്യുക. അതും മനുഷ്യജന്മം കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. അതാണ് ശീല പ്രഭുപാദി പറയുന്നത്, അകർമ്മം ചെയ്യുവാൻ നമ്മൾ ഓരോരുത്തരും പഠിക്കുക. കൃഷ്ണാവബോധത്തിൽ കൊണ്ട്, അതാണ് കൃഷ്ണാവബോധത്തിൽ കൊണ്ട് ആക്ഷൻസ് എടുക്കുക, അതാണ് അകർമ്മം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇവഞ്ച്വലി മനസ്സിലാക്കുന്നു എന്ത്,
അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ സെർവൻസ് ആണ്. ജീവേരെ സ്വരൂപ ഹോയെ കൃഷ്ണേര നിത്യദാസ്. ഭഗവാൻ കൃഷ്ണൻ്റെ ദാസന്മാരാണ്, നമ്മൾ സെർവൻസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൃഷ്ണാവബോധത്തിൽ ചെയ്യുക. അപ്പോൾ ഇതാണ് ഭഗവത്ഗീതയുടെ കൺക്ലൂഷൻ എന്നും ശില പ്രഭുപാദി ഇവിടെ ഈ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥത്തിൽ പറയുന്നു. നമ്മുടെ അതിന് പറയുന്നു നമ്മുടെ പൊസിഷൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി, നമ്മുടെ ജൈവധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കി. ജൈവധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നിത്യദാസനായിട്ടുള്ള നമ്മൾ ഭഗവാനെ സേവിക്കുന്നു, അതാണ് നമ്മുടെ ധർമ്മം, ജൈവധർമ്മം അല്ലെങ്കിൽ നിത്യധർമ്മം. അത് മനസ്സിലാക്കുന്നതാണ്, അത് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നവർ ഭഗവത്ഗീതയുടെ എസൻസ് മനസ്സിലാക്കി എന്ന് പറയാം. അതാണ് പ്രഭുപാദി പറയുന്നത്. ഇനി ഇതിലേക്ക് എത്തിക്കാത്ത എന്ത് കൺക്ലൂഷൻസ് ആവട്ടെ അതൊക്കെ വികർമ്മ ആയി വരും എന്നാണ് പറയുന്നത് ഇവൻച്വലി. കാര്യം ശരിയാണ്, നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മൾ വീണ്ടും ജന്മങ്ങൾ എടുക്കേണ്ടി വരും. സോ അതിൽ പല പാപങ്ങളും പല മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മളിവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മളിവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഭൗതിക ലോകത്തിൽ നിന്ന് പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി അകർമ്മം, ഭഗവത് സേവനങ്ങൾ, ഭഗവത് കർമ്മങ്ങൾ ചെയ്താലേ ഇവിടുന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ ത്രിഗുണങ്ങളുടെ പിടിയിൽ തന്നെ നമ്മൾ എപ്പോഴും ഇരിക്കും. എന്നിട്ട് ശില പ്രഭുജി ഫൈനലി കൺക്ലൂഡ് ചെയ്യുന്നു എന്ത് പറഞ്ഞിട്ട്, ഇതൊക്കെ പ്രോപ്പർലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓത്തോറിറ്റീസിൽ നിന്ന് നമ്മൾ കേൾക്കണം, ഓത്തോറിറ്റീസിൽ നിന്ന് പഠിക്കണം, ഗുരുജനങ്ങളിൽ നിന്ന് പഠിക്കണം, അറിയുന്നവരിൽ നിന്ന് പഠിക്കണം. അങ്ങനെ ഈ സീക്രട്ടൊക്കെ ശിലപ്രഭുപാദ് പറയുന്നതാണ്, കൃഷ്ണാവബോധത്തിലുള്ള സീക്രട്ടൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ സക്സസ് ആണ്. എന്നിട്ട് പറയുന്നു, ഇതേപോലുള്ള അതോറിറ്റീസിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ നേരിട്ട് ഭഗവാനിൽ നിന്ന് പഠിക്കുന്നതിന് പോലെ തന്നെയാണ് വ്യത്യാസമില്ല. കാര്യം അവരൊക്കെ ഭഗവാന്റെ പ്രതിനിധികളാണ്. സോ അവരിൽ നിന്ന് പഠിക്കുമ്പോഴും ഭഗവാന് നേരിട്ട് ഇവിടെ അർജുനോട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഭഗവാന്റെ ശുദ്ധ ഭക്തരിൽ നിന്ന് പഠിക്കുമ്പോഴും. സോ അങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവസാനം ശില പ്രഭുപാദ് പറയുന്നു, നമ്മുടെ ബുദ്ധി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കില്ല, ഫോക്കസ്ഡ് ആയിരിക്കും, കൺഫ്യൂഷനെല്ലാം മാറും നമ്മുടെ. സോ അതാണ് പ്രോസസ്സ് പറയുന്നത്. തദ്വിധി പ്രണിപാതേന, ഗുരുവിനെ അല്ലെങ്കിൽ ആധ്യാത്മിക ഗുരു, ആധ്യാത്മിക പാതയിൽ നമ്മളെ നയിക്കുന്നവരുടെ പാത പിന്തുടർന്നുകൊണ്ട് അവർ പറയുന്നതനുസരിച്ച് കേട്ട് മനസ്സിലാക്കി പഠിച്ച് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ബുദ്ധി ക്ലിയർ ആയിരിക്കും. അങ്ങനെ അവസാനം നമുക്കിവിടെ നിന്ന് ഭഗവാന്റെ അടുത്തേക്ക് പോകാനും സാധിക്കുന്നു. ഹരേ കൃഷ്ണ. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം ഇന്നത്തെ ഡിസ്കഷൻ. ശ്രീമദ് ഭഗവത്ഗീത की जय, जगत गुरु शिला प्रभुपाद की जय, गौड़ीय गुरु वृंद की जय, समवेद गौर भक्त वृंद की जय, निताय गौर प्रेमानंदे. वंचाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो. थैंक यू. हरे कृष्णा. प्रणामम. दंडोत प्रणाम.